ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വീട്ടിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്മ ഫുഡൊക്കെ റെഡിയാക്കി തന്ന് ഫുഡ് കഴിച്ച് ഞാൻ അച്ഛൻ്റെ കൂടെ റെഡിയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. രാവിലെ തന്നെ സാമി ബസ് എനിക്ക് മിസ്സായി. നമ്മൾ പക്ഷേ അടുത്ത സ്റ്റോപ്പിൽ വെച്ച് കയറി. അങ്ങനെ പരിമല എത്തി ഗൈസ്. രാവിലെ തന്നെ അച്ഛൻ്റെ കൂടെ പൈസ ലാഭിക്കാനായിട്ട് കയറി വരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പരിമല എത്തും ഗൈസ്. അങ്ങനെ കുറേ നാളായി പള്ളിയിലൊക്കെ പോയിട്ട്, അപ്പോൾ ഞാൻ 2 മെഴുകുതിരിയൊക്കെ മേടിച്ച് പള്ളിയിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് പരിമല പള്ളി. ഞാൻ ഇന്നെന്തോ പ്രത്യേകത ഉള്ള ദിവസമായതുകൊണ്ടാണോ എന്നറിയില്ല, മെഴുകുതിരി മേടിച്ചപ്പോൾ എനിക്ക് 2 മിഠായിയും കൂടെ കിട്ടി ഗൈസ്. അങ്ങനെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചതേ കോളേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കോളേജ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കായംകുളമൊക്കെ എത്തി. ഞാൻ അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് അച്ഛനോട് വിളിക്കാൻ വരണേന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി ബസ് ഇറങ്ങി അച്ഛനെ നോക്കി ഇരുന്നപ്പോൾ അച്ഛനെ കാണുന്നില്ല. അങ്ങനെ അച്ഛനെ നോക്കി സമയം കളയണ്ടല്ലോ എന്ന് വെച്ച് നടന്നപ്പോൾ ദേ ഗൈസ് അച്ഛൻ എത്തി. അങ്ങനെ അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ കയറി ഇരുന്ന് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റ് ഗൈസ്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തല നനച്ച് കുളിച്ചുകൊണ്ടാണ് ഗൈസ് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്, ഒരുമാതിരി ഒട്ടിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല ഇത്. അങ്ങനെ ഞാനും അച്ഛനും കൂടെ റെഡിയായി SM-ൽ വന്ന് ഗൈസ്. അങ്ങനെ ഞാൻ ഉടുപ്പൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരുത്തിയെ കണ്ടത് ഗൈസ്. നോക്കൂ ഗൈസ്, ഇതെൻ്റെ കൂട്ടുകാരി വിജിലയാണ്. ഞങ്ങൾ +2-ന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ അച്ഛനും ഞാനും കൂടെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു ഗൈസ്.